അന്വേഷിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയത്. ഇപ്പം നാട്ടുകാരിൽ ചില പ്രത്യേക വ്യക്തി താല്പര്യം കൊണ്ട് മാത്രം ഈ മരം മുറിച്ചിടാനുള്ള തെറ്റായ ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ മരം മുറിക്കാൻ വേണ്ടി. ഞാൻ മരത്തിന് വേണ്ടി അറസ്റ്റ് വരിച്ചു. എൻ്റെ പേര് പ്രൊഫസർ ജോസ് കുമാർ. സ്ഥലം തിരുവനന്തപുരം. മുറിച്ച് കളയാൻ തന്നെ ചെയ്യണം. അത് സാധനമാക്കല്ലേ, കാരണം നേരെ നമ്മളെ കൊണ്ടിട്ടേക്കുന്നല്ലേ. ഇവിടെ ഓട്ടോയുടെ മണ്ടയ്ക്ക് വീണപ്പോ ഒരു കുഞ്ഞുമില്ലായിരുന്നു. ഓട്ടോ പപ്പടായി, ഒറ്റ കുഞ്ഞുങ്ങളും വന്നില്ല. എന്താ പറ്റിയത്? ഇനി ഇത് വീണ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് ആരും ഉത്തരവാദിത്വം ചെയ്യും. അവരുടെ പേർക്ക് ഇത് ചെയ്യും. 10 പേരുടെ പേര് അവരുടെ പേരേക്ക് എടുക്കുക. കംപ്ലീറ്റ് ഈ ബിൽഡിംഗിൽ കാണുമ്പോഴേ ഇവിടെ ബിൽഡിംഗ് ദോശയാണ്. ഇവിടെ വീണാലും ഇത് തന്നെ, ആ ബിൽഡിംഗ് വീണാലും അതെ, അവിടെ വീണാലും ദോശയാണ്. മുറിച്ച് കളയുക. ഇത്രയും ചെയ്ത് മുറിച്ച് കളയുക, ഇല്ലാതാക്കുക. അറിഞ്ഞു മനസ്സിലായി. വണ്ടിയൊക്കെ മനഃപൂർവ്വം കൊണ്ടിട്ടില്ല. പോയി ഓട്ടോകൾ വണ്ടിക്ക് കൊടുപ്പോ ഇവരൊക്കെ പോയി. ഓട്ടോ പപ്പട ഒറ്റ വണ്ടി വേറെ കളിയൊന്നുമില്ല. എന്തോ നാട്ടുകാരെ കുട്ടികളാക്കുന്നു ഇത്രയും ചെയ്തപ്പോഴേ. ഇത് തടയാൻ പറ്റുന്നൊരു കേസല്ല. ഓട്ടോയുടെ മണ്ടയ്ക്ക് കൊടുത്ത് അവിടെ പോയിരുന്നു. വണ്ടി മാറ്റിയേ ചെയ്യണം. വണ്ടി എടുത്ത് മാറ്റിയേ പറ്റും. മരം മുറിക്കുകയും വേണം. അപകടം ഒഴിവാക്കാനാണ് പറയുന്നത്. അപകടം ഒഴിവാക്കാനാണ് പറയുന്നത്. ഈ നാട്ടുകാരും ഇതിന്റെ ആവശ്യമില്ല. ഓട്ടോക്കാർക്ക് മണ്ടയ്ക്ക് ഓട്ടോ താർന്നു. ഒരു കുഞ്ഞുങ്ങളില്ലായിരുന്നു ഇവിടെ നോക്കാനോ കാണാനോ. കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇനി ഇത് കുറിച്ച് മാറ്റിയാൽ കഴിയണം. ഈ നാട്ടുകാരായി പറയാനാ. നാട്ടിൽ ന്യായം പറയാൻ നമ്മളെല്ലാത്തിനും കൊടി വയ്ക്കുന്ന ആൾക്കാരാണ്. വേണ്ടി വരുന്ന അയാൾ അങ്ങനെ മോശക്കാരനാക്കല്ലേ. അത് ഞങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് ആ സൈഡ് അറിയാവുന്നുണ്ടോ പറഞ്ഞത്. ആ ബിൽഡിങ്ങിന് മണ്ടക്കാണ് വീണെങ്കിൽ ദോശയാണ്. നമ്മളൊക്കെ എന്നും വന്ന് ഇവിടെ നിൽക്കുന്നതാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് സോൾവ് ചെയ്യാൻ കൂടെ പഠിക്കട്ടെ. ഇതിന്റെ ഒരു മരത്തിന്റെ ആരോഗ്യകരമായ ഒരു മരം അപകടകരമായ മരമാണെങ്കിൽ അതിന്റെ കമ്പ് മുറിക്കാനേ നിലവിൽ ഓർഡറുള്ളൂ. അപകടകരമായ മാഡം ഒരു മിനിറ്റ്. ഇത് നമ്മൾ ഓക്കെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. പക്ഷേ ഈ ഉത്തരവാദിത്വം വണ്ടി മാറ്റാൻ പറ്റില്ലല്ലോ. ഒരു കാര്യമുണ്ട്, ഇതിന്റെ അപകടകരമായ കമ്പ് മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. എത്ര ദിവസം കണ്ട് മനുഷ്യന് സമാധാനം കണ്ടില്ല.
ഇന്നും കറണ്ടില്ല. ഫുള്ള് കറണ്ടില്ല. അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമല്ല. പുല്ല് മുറിച്ച് കളഞ്ഞിട്ട് അപകടകരമായ സ്വീകരം മുറിക്കാം. എതിരില്ല. അപകടകരമായ സ്വീകരം മുറിച്ച് മാറ്റിക്കോളൂ. നമുക്ക് അത് ആർക്കും തടസ്സമില്ലല്ലോ. തടി മുറിക്കത്തില്ല. വർഷാവർഷം വന്ന് തരണം. അതോടെ എഴുതി തന്നിട്ട് പോകണം കേട്ടോ. അതോടെ എഴുതി തന്നിട്ട് കുഴപ്പമില്ല. വണ്ടി എടുക്കാൻ സംഭവിച്ചില്ല. മാഡം ഒന്ന് തലയിട്ട് കൊണ്ടുപോകും. പിന്നെ അല്ലാണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമോ? പിന്നെ അതിന്റെ ഇടയ്ക്ക് കയറി ഉണ്ടാക്കല്ലേ. ആ പിന്നെ അതെന്തോന്നാ വണ്ടി എടുക്കാൻ സമ്മതിക്കാതിരിക്കാൻ എന്തോന്നാ? പിന്നെ നിങ്ങൾ ഇനി ഇവിടുന്ന് പോകണമെന്ന് നാട്ടുകാരൻ തീരുമാനിച്ചാൽ നിങ്ങൾ പോവോ? ഈ പോലീസുകാർ പിന്നെ ഞങ്ങൾ ഇന്ന് ബുക്കെടുത്ത് അവിടെ കൊണ്ടുപോകും. ഒരു പ്രശ്നം തീർത്തു. പിന്നെ ഇനി അതിന്റെ മേളിൽ കയറി കളിക്കുന്നത് എന്തുവാ? പിന്നെ എല്ലാവരും ഇവിടെ നിർത്തി മാന്യമായിട്ട് പ്രശ്നം തീർത്തു. പിന്നെന്തുവാ? പിന്നെന്താ അങ്ങനെ ശമ്പളം മേടിക്കാൻ ഓർക്കണം. സാറേ സാർ അവരോട് സംസാരിക്കണ്ട. സാർ വണ്ടി എടുക്കും. സാർ അവരോട് സംസാരിക്കണ്ട. നിയമപരമായിട്ട് ചെയ്തോ? നമ്മള് മാന്യമായിട്ട് പരിഹരിച്ചേണ്ടി സാറേ. പിന്നെ മണ്ടേ കയറുന്ന കാര്യമുണ്ടോ? പിന്നെ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ബാക്കിയുള്ളവർ മേളിൽ തോളെ കയറുന്നതാണ് അധികാരം ഒന്ന് തീരുമാനിച്ചാൽ. നിങ്ങൾ പറഞ്ഞ അതേ കേൾക്കും. അതെ പുള്ളി പറഞ്ഞ അടിയിലാക്കും. വണ്ടി എടുക്കാൻ പറഞ്ഞു. സാറും അത് നിയമപരമായിട്ടില്ലേ പറഞ്ഞു. സാറ് പ്ലീസ് വണ്ടി എടുക്കും. നമുക്ക് നമ്മൾ തോറ്റില്ല. നമ്മൾ തോറ്റില്ല. അത് കാലം തെളിയിക്കും. ഈ മരം ഇവിടെ നിലനിൽക്കണം നമ്മുടെ ആവശ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? തലമുറയുടെ ആവശ്യമാണ്. എല്ലാം ശരിയാണ് സാർ. നമ്മുടെ നാട് ഒരുപാട് മാറി. നമ്മുടെ നാട് ഒരുപാട് മാറി. നമ്മുടെ നാടിന് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ കഴിയുന്ന കൊലക്കറ്റം ചെയ്യുന്നവരെ നാളെ സ്വീകരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ കണ്ടോണ്ടിരിക്കില്ലേ സാർ? കൊലക്കറ്റം ചെയ്തത് അന്തസ്സെ പോലെ 10 വർഷം കഴിയുമ്പോൾ വളരെ യോഗ്യനായി മാറുന്ന നാടായി പോയില്ലേ ഇത്? പറയട്ടെ, നമുക്കാണെങ്കിൽ ഈ പച്ചയായ കള്ളം ഇവര് ഇത് എക്സ്പേർട്സ് ഉണ്ട്. TBJRI അടുത്തുണ്ട്, KFRI അടുത്തുണ്ട്, അവിടുത്തെ സയന്റിസ്റ്റുമാരുണ്ട്. അവർ വന്ന് പരിശോധിക്കും. പരിശോധിച്ച് മരത്തിന് കേടുണ്ടെങ്കിൽ അപ്പം തന്നെ മുറിച്ചിടും. ഇത് കേക്ക് നാട്ടുകാരുടെ ഇഷ്യൂ അല്ല. ഇത് പൊതു താല്പര്യം, ഇത് പൊതു സമൂഹത്തിന്റെ ഇഷ്യൂ ആണ്. ഇത് നാട്ടുകാരുടെ ഇഷ്യൂ അല്ലത്. ഇത് പൊതു സമൂഹത്തിന്റെ കാര്യമാണ്. ഇത് പച്ചയായ കള്ളം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ തെറ്റായ ഓർഡറുകൾ ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇത് ഒറ്റ വ്യക്തിയുടെ ഇൻട്രസ്റ്റ് ആണ്. ഈ വന്ന് സംസാരിക്കുന്നവരെല്ലാം അവരുടെ ഏജൻസുമാണ്. സ്റ്റേഷനിലേക്ക് പോവാം. സാറ് വണ്ടിയല്ല പോലീസ് ഒരാളുടെ ഇതിന്റെ താമസം ഒരാൾ കയറി അതിപ്പോ ഇതിന് കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഹീറോ ആവത്തേ ഉള്ളൂ. ഈ പേരിൽ ഒരു കേസ് വന്നു. അല്ല ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൂടെ തിരിച്ചറിഞ്ഞു. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എന്റെ പേര് കേസ് എടുക്കായി. പിന്നെ ഓക്കെ സാർ.
ഒരു ഓട്ടോയുടെ മണ്ടയ്ക്ക് വീണ അവിടെ ഒരു കുഞ്ഞിനെയും കണ്ടില്ല. ഒരു ഓട്ടോയുടെ മണ്ടയ്ക്ക് വീണപ്പോ ഒരു കുഞ്ഞില്ല. മൂന്നോ നാലോ പേര് കൊട്ടാരക്കര കരിക്കൻ ജംഗ്ഷനിലെ ഒരു മരം മുറിക്കുന്നത് തടഞ്ഞുകൊണ്ട് രാവിലെ ഒരു ഇലക്ട്രിക് കാറ് കൊണ്ട് തടസ്സം നിട്ട് ആ കാറ് എടുത്തു മാറ്റുന്ന സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ആ ഒരു സംഭവമാണ്. ഇപ്പം മരത്തിൻ്റെ മുകളിൽ ആളിരിപ്പുണ്ട്. അവർ മുറിക്കാൻ വേണ്ടി എൻ്റെ മണ്ടേ കയറിയതാണ്. ആ സമയത്താണ് ഇവിടെ ഒരു കാറ് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ഈ ഒരു ജോലി തടസ്സപ്പെടുത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് വരിച്ച് കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.